ലോകത്തിന്റെ പല സംഘർഷങ്ങളും ഒക്കെ തന്നെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഒളിമ്പിക്സ് പോലുള്ള വലിയൊരു ആശയം തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ കായിക മത്സരങ്ങൾ ആളുകൾക്കൊക്കെ തന്നെ സന്തോഷം നൽകുകയാണെങ്കിൽ അതാവട്ടെ എന്നുള്ളതാണ്. ഇനി നമ്മുടെ മത്സരവിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ 2020 ലോകകപ്പിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. ഒന്നാം സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടാനിരിക്കുകയാണ്. ഒറ്റ മത്സരം പോലും തോൽക്കാതെ അപരാജിതരായി ഗ്രൂപ്പ് റൗണ്ടിൽ 3 സൂപ്പർ 8-ലെ 4 മത്സരങ്ങൾ ജയിച്ച ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ തോൽവി അറിയാത്ത ഒറ്റ ടീമായിട്ടാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിലേക്ക് വരുന്നത്. കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളായിരുന്നു അവർ. പക്ഷേ കഴിഞ്ഞ തവണ ഇന്ത്യയോട് ഫൈനലിൽ കീഴടങ്ങി മറ്റൊരു ഫൈനലും ആദ്യ കിരീടവുമാണ് ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം. അപ്പോൾ അതിലേക്ക് കിവീസിനെ നേരിടാനിറങ്ങുന്നു. കിവീസിനെതിരെ 2020 ലോകകപ്പിൻ്റെ ഒരു ചരിത്രത്തിൽ മികച്ച റെക്കോർഡാണുള്ളത്. നേരിട്ട് മുമ്പ് ഏറ്റുമുട്ടിയ എല്ലാ മത്സരങ്ങളിലും ജയിക്കാനായി എന്ന പ്രത്യേകതയുണ്ട്. പക്ഷേ സമീപകാലത്ത് മറ്റ് ലോകകപ്പുകളിലും ഇല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട വേദികളിലൊക്കെ തന്നെ ഏറ്റവും കാലിടറിയതും ഇതേ ന്യൂസിലാൻഡിനോടാണ് എന്നറിയാം. പലപ്പോഴും AB de Villiersസും ഒക്കെ തന്നെ കരഞ്ഞു പോകുന്ന ആ നിമിഷങ്ങൾ നമുക്ക് നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഈ സെമിയിലൊക്കെ തന്നെ ഏകദിന ലോകകപ്പിലൊക്കെ തന്നെ തോറ്റുമുടങ്ങുന്നതിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ആ ഒരു വലിയ കടമ്പ, അത് ന്യൂസിലാൻഡ് എന്ന വലിയ കടമ്പ ദക്ഷിണാഫ്രിക്ക മറികടക്കേണ്ടതുണ്ട്. ഈ ടൂർണമെൻറ്റിൽ മിന്നും ഫോമിലാണ് അവരുടെ ബാറ്റർമാർ, ഒപ്പം തന്നെ ബൗളർമാരൊക്കെ തന്നെ മിന്നും ഫോമിലാണ്. കിവീസ് ആവട്ടെ അവരുടെ ഓപ്പണർമാരെയാണ് വലിയ രീതിയിൽ ആശ്രയിക്കുന്നത്. ഒപ്പം തന്നെ ഗ്ലെൻ ഫിലിപ്സ് എന്ന ബാറ്ററേയും. അവർക്ക് ബൗളിങ്ങിൽ ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ തന്നെ പരിഹരിക്കും ഈ മത്സരത്തിൽ എന്നാണ് കിവീസും കരുതുന്നത്. ഒരു ഉഗ്രൻ പോരാട്ടം തന്നെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് കൊൽക്കത്തയിൽ. ഒപ്പം തന്നെ നമ്മൾ കാത്തിരിക്കുന്ന പോരാട്ടം നാളെയാണ്. നാളെ ഇന്ത്യയുടെ മത്സരമാണ് നടക്കാനിരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ടിനെയാണ് നേരിടുന്നത്. കിരീടം ഇന്നേ വരെ ഒരു ടീമും നിലനിർത്തിയില്ല. സ്വന്തം നാട്ടിൽ ഒരു കിരീടം ഒരു ലോകകപ്പും ഒരു ടീമും ഈ 2020 ലോകകപ്പ് ചരിത്രത്തിൽ നേടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വലിയ ലക്ഷ്യങ്ങളുമായി അതിലേക്ക് ഒരു പടി എടുക്കാൻ വേണ്ടി ടീം ഇന്ത്യ നാളെ ഇറങ്ങും. അതിന് മുന്നോടിയായി ടീം ഇന്ന് മുംബൈ വാങ്കഡയിൽ പരിശീലനത്തിന് ഇറങ്ങുകയാണ്. ഒപ്പം തന്നെ ഇംഗ്ലണ്ടും അവരും വലിയ പ്രതീക്ഷയിലാണ്. ഇവർ ഗ്രൂപ്പ് റൗണ്ടിലൊക്കെ തന്നെ നന്നായി കളിച്ചതിൻ്റെ പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ട് എത്തുന്നത്. അപ്പോൾ എന്തായാലും ആവേശ പോരാട്ടങ്ങൾ. ഇനി 3 മത്സരങ്ങൾ മാത്രമാണ് ഈ 2020 ലോകകപ്പിൽ വിശേഷിക്കുന്നത്. 3 ഒരു ഗംഭീര മത്സരങ്ങളാവട്ടെ എന്നാണ് ക്രിക്കറ്റ് ആരാധകരും ആഗ്രഹിക്കുന്നത്.